നമസ്കാരം. നമ്മൾ ഓൾറെഡി അരമണിക്കൂർ 30 മിനിറ്റിലധികം വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ വിൻസെൻ്റ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക കേരള ചരിത്ര രചനാ മേഖലയിൽ പുതിയ പ്രവണതകളെക്കുറിച്ചാണ് ഈ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ കൃത്യമായി നമ്മൾ ഇത്തരം പ്രവണതകളെ, പുതിയ പ്രവണതകൾ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. പണ്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എക്കണോമിക് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി എന്ന രീതിയിലുള്ള ആ പ്രവണതകൾക്ക് അപ്പുറത്തേക്ക് പുതിയ മേഖലകളും പുതിയ സ്രോതസ്സുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഈ 21 നൂറ്റാണ്ടിലെ ചരിത്രരചന കാണുന്നത്. അത് ആധുനിക കേരള ചരിത്ര രചനാരീതി ശാസ്ത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പുതുതായി വന്നിട്ടുള്ളത് എന്നും ഏതെല്ലാം പുതിയ ഉപദാനങ്ങളാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ മേഖലയിൽ അറിയപ്പെടുന്ന 2 ചരിത്രകാരന്മാരെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വിൻസെൻ്റ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാല ചരിത്ര വകുപ്പിൻ്റെ മുൻ അധ്യക്ഷനും അറിയപ്പെടുന്ന ചരിത്രകാരനുമായിട്ടുള്ള ഗോപാലൻകുട്ടി സാറാണ്. മറ്റൊന്നുള്ളത് ഡോക്ടർ പ്രൊഫസർ ശിവദാസൻ സാറാണ്. സാറും ഈ മേഖലയിൽ അതുപോലെ പ്രത്യേകിച്ച് ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ ആർക്കൈവൽ സോഴ്സുകൾ തേടി എടുക്കുന്നതിലും ആർക്കിയോളജിക്കൽ സോഴ്സസ് കളക്ട് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വിതിൻ 5 മിനിറ്റ്സ് സാർ ഇവിടെ എത്തും. സാറാണ് തുടർന്ന് സംസാരിക്കുന്നത്. ഏതായാലും ഞാൻ എൻ്റെ ഈ ഇൻട്രൊഡക്ടറി റിമാർക്സ് അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, മറിച്ച് വിതിൻ 1 അവർ അത് ഈ പാനൽ ഡിസ്കഷൻ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുമുണ്ട്. അപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആകുകയും ചെയ്യണം. തീർച്ചയായിട്ടും കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗോപാലൻകുട്ടി സാറുടെ നിരീക്ഷണങ്ങൾ നമ്മളായി പങ്കുവയ്ക്കുന്നതായി ക്ഷണിച്ചു. സർ പ്ലീസ്. ബഹുമാന്യ മോഡറേറ്റർ ഡോക്ടർ അനീസുദ്ദീൻ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ വിൻസെൻ്റ്, മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ആർട്സ് കോളേജിൽ വന്നിട്ട് കുറേ കാലമായി. പണ്ട് ഇവിടുത്തെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഞാൻ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനിവിടെ മീഞ്ചന്തിൽ തന്നെയാണ് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത്. 2, എൻ്റെ ബെറ്റർ ഹാഫ് ഇവിടുത്തെ ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ TADA കൊടുക്കാതെ അസോസിയേഷൻ ഇനോഗ്രേഷൻ മറ്റുമൊക്കെ വിളിക്കാം. പക്ഷെ ഒരു തകരാറുണ്ട്. അന്ന് അരമണിക്കൂർ സംസാരിച്ചാൽ 1.5 മണിക്കൂർ ചർച്ചയാണ്. അങ്ങനെയായിരുന്നു അവസ്ഥ. അത് മാറി. എന്നാലും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അത് ഞങ്ങൾ സീനിയർ സിറ്റിസൺസിന് കിട്ടിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത ആനുകൂല്യമാണ്. വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഞങ്ങൾക്ക് തോന്നിയത് പറയും, അതിനെ തോന്നിയാസമായിട്ട് എടുക്കാതിരിക്കുക. പറയുന്നതിന് ഉദ്ദേശമുണ്ട്. ഞങ്ങളൊക്കെ ചരിത്രരചന ഗവേഷണം നടത്തുന്ന കാലത്ത് രാഷ്ട്രീയ ചരിത്രത്തിനായിരുന്നു പ്രാധാന്യം. ഓൾ ഹിസ്റ്ററി ഈസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നുവരെ ഞങ്ങൾ പറയുമായിരുന്നു. പിന്നെ അതിന് ചെറിയ മാറ്റം വന്നു. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒപ്പം സോഷ്യോ എക്കണോമിക് കൂടി ചേർത്തണം എന്ന് വന്നു. അപ്പോൾ സോഷ്യോ എക്കണോമിക് ചേർത്തുമ്പോഴും എംഫസിസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് തന്നെ. പിന്നൊന്ന്, ചില സംഭവങ്ങളെ, ഈവൻറ്റ്സ് എടുത്ത് ഉപയോഗിക്കുക എന്നതാണ്. സ്റ്റേറ്റ് കോൺഗ്രസ് ആൻഡ് ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ട്രാവൽ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ കേരള, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയാണ് പഠനങ്ങൾ വന്നത്. അത് വേണ്ടതാണ്, നല്ലതാണ്. പക്ഷെ അവിടെ നിൽക്കരുത്, അതിനപ്പുറം പോകണം.
അതവിടെ ഇരിക്കട്ടെ. 1921 മലബാർ കലാപത്തിനൊരു തകരാറുണ്ട്. അതിൻ്റെ ജൂബിലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 25ാം ജൂബിലി 46 എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. ഒരു പത്രം കണ്ടുകെട്ടേണ്ടി വന്നു. ആഹ്വാനവും താക്കീതും എഴുതിയ വ്യക്തി ജയിലിനകത്തായി. അത് കഴിഞ്ഞ് പിന്നെ 25 കൊല്ലം കഴിഞ്ഞ് സുവർണ ജൂബിലി 72 ഒരുപാട് രചനകൾ വന്നു. പിന്നെ പ്ലാറ്റിനം ജൂബിലി, അതും കഴിഞ്ഞിപ്പോൾ സെൻറ്റിനറി, ഒരുപാട് പുസ്തകങ്ങൾ. അത് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് അല്ലാത്തവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രിഡോമിനൻ്റ്ലി പൊളിറ്റിക്കലാണ്. ഈ രചനകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയും. ആത്മകഥാംശമായിട്ട് ഇത് ചരിത്രമല്ല, എൻ്റെ അനുഭവങ്ങളാണെന്ന് പറഞ്ഞത് വരെ പൊളിറ്റിക്കലാണ്. അതിനപ്പുറത്ത് ഇല്ല. അതിൻ്റെ കൂടെ സൊസൈറ്റിയുടെ ചില ഭാഗങ്ങൾ കയറി വരും എന്നേ ഉള്ളൂ. ഇപ്പോൾ ഡെയ്ൽ, സ്റ്റീഫൻ ഡെയ്ൽ, ഗംഗാധര മേനോൻ, കോൺറാഡ് വുഡ്, അങ്ങനെയുള്ള പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസും അങ്ങനെ അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ സൗമ്യേന്ദ്രനാഥ് ടാഗോർ, EMS നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ എഴുതുമ്പോഴും അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. പിന്നെ സ്ഥിതി മാറും. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കമ്പാരിസൺസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് കുഡ് ബി വെരി മിസ്ലീഡിങ്. പക്ഷേ ഫ്രാൻസ് എടുക്കുക, ദ ക്രൗഡ് ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതുന്നത്, പബ്ലിഷ് ആവുന്നത് 70 കൊല്ലം മുമ്പാണ്, 1952. അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയും, നിങ്ങൾ എടുക്കുമെന്ന്. അവസാനം ശിവദാസിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, ഷറഫുന്നിസയാണ് ദ ക്രൗഡ് എന്നുള്ള അതിന് ജനക്കൂട്ടത്തെ മാത്രം എടുത്തുകൊണ്ട് ഒരു പഠനം നടത്തിയത്. അത് പബ്ലിഷ്ഡ് അല്ല, പക്ഷെ ഒരു പഠനം നടത്തി. ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടത്തെ മാത്രമുള്ള പഠനമല്ല, അങ്ങനെ ആവരുത്. എന്താണ് ആൾക്കൂട്ടം? ആൾക്കൂട്ടം എങ്ങനെ രൂപപ്പെടുന്നു? ആ ആൾക്കൂട്ടത്തിന് എന്ത് സംഭവിക്കുന്നു? അതെങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ വരുമ്പോഴാണ് അതൊരു വലിയ പഠനമായിട്ട് മാറുന്നത്. ആനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടോ എന്നുള്ള കാര്യം സംശയാത്മകമാണ്. ഒരു ഉദാഹരണം എടുക്കാം. എ സെഞ്ചുറി ഓഫ് ചൈൽഡ്ഹുഡ് ഒരു ബുക്കിൻ്റെ പേരാണ്. അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കരുത്. ചുമർ ചിത്രങ്ങളിൽ, മ്യൂറൽ പെയിൻറ്റിങ്സിൽ കുഞ്ഞുങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള എത്ര എണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇല്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് SM സ്ട്രീറ്റിലേക്ക് വരുന്നത്. അന്ന് കുഞ്ഞുടുപ്പ് എന്നൊരു ഏർപ്പാടില്ല. വലിയ കടയിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മളുടെ ഷർട്ടും ഷോർട്ട്സും ഒക്കെ തുന്നുക, അത്രേ ഉള്ളൂ. ഇന്നൊരു 4-5 കടകൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ളുണ്ട്. കിഡ്ഡീസ് കോർണർ, ബേബി. എന്താണ് സംഭവിച്ചത്? ചരിത്രത്തിലുള്ള രചന ഇത് മാത്രമല്ല, അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ നോക്കണം. ഞാൻ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. ഞാനൊരു സൂചന ഇട്ട് തരാം. 1984 നമ്മൾ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചത്. അല്ല, 2000 നേടാനുള്ള ടാർഗറ്റ് കേരളത്തിന് വെച്ചത് 1984 നമ്മൾ നേടി. 16 കൊല്ലം മുമ്പ് തന്നെ നമ്മൾ നേടി. അപ്പോൾ കുഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരാളാവും. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും തമ്മിൽ 16 വയസ്സ് വ്യത്യാസമുള്ളൂ. 2 വയസ്സ് വ്യത്യാസത്തിൽ വേറെ അനിയന്മാരും ഒക്കെ വന്നു. അപ്പം അച്ഛൻ നെഗ്ലക്റ്റഡായി. അതുകൊണ്ട് തന്നെ അച്ഛൻ അവസാന കാലം വരെ അമ്മയോട് വലിയ ഒരു മമതയോ വലിയ ഒരു സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. കുറ്റം പറയാനില്ല. അപ്പം കുട്ടി എന്നുള്ളത്
കുട്ടിക്ക് പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. അപ്പോഴാണ് എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അതിനുമുമ്പ് വരില്ല. അങ്ങനെ ഒരു സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. എൻ്റെ സുഹൃത്ത് വെങ്കടജലപതി, ഇൻ ദോസ് ടൈംസ് ദർ വാസ് നോ കോഫി, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണെന്ന് ആലോചിക്കണം. ഇൻ ദോസ് ടൈംസ് ദർ വാസ് നോ കോഫി. പിന്നെന്താണ്? കഞ്ഞിയാണ്, സംഭാരമാണ്. അപ്പോൾ കാപ്പികുടി എന്നുള്ളത് എപ്പോഴാണ് വന്നത്? ഏതവസ്ഥയിലാണ് നാം കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങിയത്? എങ്ങനെയാണ് കാപ്പി ഒരു സ്റ്റേറ്റസ് സിമ്പിളായത്? എങ്ങനെയാണ് അതൊരു മനുഷ്യൻ്റെ കഴിവായിട്ട് അംഗീകരിക്കപ്പെട്ടത്? ഒരു അഡ്വർടൈസ്മെൻ്റാണ്, ആ കാലത്ത് ഒരു അഡ്വർടൈസ്മെൻ്റാണ്. ഇവൾ നല്ല ഒരു വധു ആകും. ഷീ ഈസ് എലിജിബിൾ ഫോർ എ ഗുഡ് ബാച്ചലർ. എന്തുകൊണ്ട്? അവൾക്ക് നന്നായിട്ട് കാപ്പി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നന്നായിട്ട് കാപ്പി ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ ആകുന്നു. എന്ന് മുതൽ ചോദിക്കേണ്ട എന്തുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഈ കാലഗണന എന്നുള്ളത് ഇപ്പോൾ പാലക്കാടൊക്കെ പഴയ ജനറേഷനിൽപ്പെട്ടവർ എളുപ്പം പറയും. എന്തെങ്കിലും വരച്ച വന്നു കഴിഞ്ഞാൽ അന്നൊന്നും മലമ്പുഴയില്ല. അപ്പോൾ മലമ്പുഴ വെള്ളം വരുന്നതിന് മുമ്പുള്ള കാലം, മലമ്പുഴ വെള്ളം ലഭ്യമായതിന് ശേഷമുള്ള കാലം, ഇങ്ങനെ രണ്ടായിട്ടുള്ള ഒരു തരംതിരിവ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നുള്ള പോലെ ഒരു തരംതിരിവ് ഇവിടെ ഉണ്ടാകും. നമ്മളെല്ലാവരും വികാരജീവികളാണ്. പക്ഷെ വികാരത്തെപ്പറ്റി നാം പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെ തരം വികാരങ്ങൾ? ഇപ്പം ഇമോഷണൽ ഹിസ്റ്ററി എന്നുള്ളത് സായിപ്പൻ്റെ നാട്ടിൽ ധാരാളം എഴുതപ്പെട്ട ഒന്നാണ്. നമ്മളവിടെ ഇല്ല. നിർബന്ധം കൊണ്ട് ഞാനൊക്കെ ഒരുപാട് ആൾക്കാരെ പ്രേരിപ്പിച്ചിട്ട് ഒരു സലീനയാണ് ഒരു PhD എഴുതിയത്. എന്താണ് ഇമോഷൻ? ഇമോഷൻ ഈസ് എ ടേം used to comprehend all that is understood by feelings, pains, pleasures, passions, sentiments. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ഇമോഷൻ എന്നുള്ളത് വരും. ഇവിടെ വേറെ ചോദ്യമുണ്ട്. ആർ ഇമോഷൻസ് നാച്ചുറൽ ഓർ ആർ ദേ സോഷ്യലി കൺസ്ട്രക്റ്റഡ്? സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണോ നിങ്ങളുടെ വികാരം, അതോ അത് സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അവിടെയാണ് നമ്മൾ ഹിസ്റ്റോറിയൻസ് വരുന്നത്. അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എഴുതാമല്ലോ, അവിടെ 4 ആൾക്കാരുണ്ട്, 4 പേര് നല്ല ചൂടായിരുന്നു, അവർ നിലവിളിച്ച്. ശരി. മറ്റേത് അതിനപ്പുറത്തുള്ളതാണ്. സ്ത്രീകളുടെ കരച്ചിൽ ഹൃദയഭേദകമാണ്. അത് റിപ്പോർട്ടാണ്. അത് പത്രക്കാർ ചെയ്തോട്ടെ. നമ്മൾ ചരിത്രകാരന്മാരും ചരിത്രകാരികളും അതിനപ്പുറത്ത് പോകണം. അതിനെ വിശകലനം ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഇപ്പോൾ വേറെ ഈയിടെ എൻ്റെ നാട്ടുകാരൻ ശശി തരൂർ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ അച്ഛൻ്റെ എത്രാമത്തെ മകനാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാമോ? ഞാനത് കേട്ടും ചിരിച്ചു. ഞാൻ ശശിയെ എവിടെന്നെങ്കിലും കാണുക വല്ലതും ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അമ്മയുടെ അനിയത്തി ഇംഗ്ലീഷിൽ പറ. അച്ഛൻ്റെ ഏടത്തി ഇംഗ്ലീഷിൽ പറ. ഏട്ടൻ്റെ ഭാര്യ, പ്രായം കൊണ്ട് നിങ്ങളെ കണ്ടും താഴെയായിരിക്കും, ഏട്ടൻ്റെ ഭാര്യ ഇംഗ്ലീഷിൽ പറ. അമ്മാവൻ്റെ ഭാര്യ. ഇതെല്ലാം ഓണ്ടിയാണ്. ഇംഗ്ലീഷുകാർക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഓണ്ടി. നമുക്ക് ചെറിയമ്മ, വലിയമ്മ, ഏടത്തിയമ്മ, അമ്മായിയമ്മ. എന്തുകൊണ്ടാണിത്? ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ പോരായ്മ കൊണ്ടോ മലയാള ഭാഷയുടെ മേന്മ കൊണ്ടോ അല്ല. സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ ഇതിൻ്റെ ഇഴയെടുപ്പങ്ങളാണ്. ഇത് ഇഴയെടുപ്പ് ഉണ്ടാകുമ്പോൾ അതിനായിട്ടുള്ള വാക്കുകൾ വരുന്നു. ഇല്ലെങ്കിൽ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും, നിർമ്മിക്കേണ്ടി വരും. ശശി തരൂർ അങ്ങനെ ഒരു വാക്ക് നിർമ്മിച്ചിട്ട് ഞാൻ വലിയ
ഒരു വാക്ക് നിർമ്മിച്ച് ഒരു പെണ്ണാക്കില്ല. കാന്തപുര എഴുതിയ വ്യക്തി ലിറ്റിൽ മദർ എന്നാണ് ചെറിയമ്മയ്ക്ക് കൊടുത്ത ട്രാൻസ്ലേഷൻ. ലിറ്റിൽ മദർ ശരിയാണ്. രാജാറാവുവിനെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ട, ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, അല്ല ഒരു കൺസ്ട്രക്ട് ചെയ്തു ഒരു വാക്ക്. അതിരിക്കട്ടെ, ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട്. ഈ ടൈം എന്നതിനൊപ്പം തന്നെ കൾച്ചർ മാറാത്ത ഒന്നല്ല, കൾച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് അവിടെ നിൽക്കുമല്ലോ, വല്ല ഉരുൾപൊട്ടലോ വല്ലതും ഒക്കെ ഉണ്ടാകുമ്പോഴേ ചെറിയ മാറ്റം വരുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. അതുപോലെയല്ല ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും, ടൈമും കൾച്ചറും, they play an inevitable role in the shaping of emotions and feelings. ഇപ്പോൾ പീറ്റർ സ്റ്റേൺസ്, STEARNS, പീറ്റർ സ്റ്റേൺസ് പറഞ്ഞ ചരിത്രകാരൻ ഒരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇമോഷണോളജി. ഇമോഷണോളജി എന്നത് വിശകലന ഉപാധിയായിട്ട് എടുക്കുക, യൂസ് ഇറ്റ് ആസ് ആൻ അനലിറ്റിക്കൽ കൺസെപ്റ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരികയല്ല, നിങ്ങളെക്കാട്ടിലും കുറച്ച് മുമ്പ് ജനിച്ചു എന്നുള്ളതുകൊണ്ട്, നിങ്ങളെക്കാട്ടിലും കുറച്ച് മുമ്പ് റിസർച്ച് ചെയ്തു എന്നുള്ളതുകൊണ്ട്, എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. സ്റ്റാർട്ട് ടു റൈറ്റ് ഇമോഷണൽ ഹിസ്റ്ററി. ഇവിടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് നിന്നാണ് ഇമോഷൻസ് വരുന്നതെന്ന് ഒരു ധാരണയുണ്ട്. തെറ്റ്. ഇമോഷൻസ് കളക്റ്റീവ് ആണ്, അപ്പോൾ അത് ഇമോഷണോളജി ആവുള്ളൂ. എല്ലാ ദിവസവും ബസ്സിൽ ടിക്കറ്റ് തരുമ്പോൾ കണ്ടക്ടർ രാജേട്ടൻ എൻ്റെ കയ്യിൽ നുള്ളാറുണ്ട്, ഇന്ന് നുള്ളിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. അത് വേറെ പോയിന്റാണ്. അത് വളരെ വ്യക്തിപരമായ, വ്യക്തിയാധിഷ്ഠിതമായ ഒരു വികാരമാണ്. പക്ഷെ ഉരുൾപൊട്ടലുണ്ടായി, എന്നെ വല്ലാതെ പഠിപ്പിച്ചത് ആ സ്കൂള്, മനോഹരമായ സ്കൂള് പോയിട്ട് അവിടുത്തെ ഹെഡ്മാഷ് ഇരുന്ന് കരയുന്നതാണ്. ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ്. അത് എന്ത് ചെയ്യും? ഇതാണ് ഇമോഷണോളജി. അത് വ്യക്തിയാധിഷ്ഠിതമല്ല, അത് കളക്റ്റീവ് ആണ്. ലവ് എന്ന വാക്കെടുക്കുക. ഇവിടെയും ശശി തരൂരിനോട് എനിക്കൊരു പരാതിയുണ്ട്. ലവ്, അമ്മയ്ക്ക് മകനോടുള്ള എന്താ? ലവ്. രണ്ട് പേർക്ക് നിങ്ങളുടെ വൊക്കാബുലറി പറഞ്ഞ ലൈൻ എന്താ? ലവ്. നമുക്കങ്ങനെയല്ല, നമുക്ക് വാക്കുകളുണ്ട്. സ്നേഹം, അനുരാഗം, പ്രേമം. ലൈനല്ല അനുരാഗം, വ്യത്യാസമുണ്ട്. പോട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾക്ക് സമയക്കുറവിനാൽ പോകുന്നില്ല. എഡ്വിന മൗണ്ട് ബാറ്റനെ പറ്റിയിട്ട് വളരെ വിഖ്യാതമായ ഒരു ബയോഗ്രഫി ഉണ്ട്. അത് ഓതറൈസ്ഡ് ബയോഗ്രഫിയാണ്. അതായത് പമീല നൈറ്റിംഗേൽ അതിന് അപ്രൂവൽ കൊടുത്തു. അതിലൊരു ചാപ്റ്റർ എഡ്വിനെയും നെഹ്റുവും തമ്മിലുള്ള ബന്ധമാണ്. ശാരീരികമല്ല ബന്ധം, അത് പ്ലാറ്റോണിക്കാണ്. ആ ചാപ്റ്ററിൻ്റെ അവസാനം ഈ വ്യക്തി എഴുതുന്നു, നെഹ്റു റിമെയിൻ എഡ്വിനാസ് ഓൺലി ലവ്. ഞാനിത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. മൗണ്ട് ബാറ്റൻ എന്ത് അരിസ്റ്റോക്രാറ്റിക്കാണ്, രാജകീയമല്ലേ. അതിലത്തവർക്ക് കുട്ടികളുണ്ടായി, കുട്ടികളായിട്ട് കടുപ്പമുണ്ട്, വിട്ടിട്ട് പോവുകയൊന്നും ചെയ്തില്ല. വേറെ രാജ്യവുമാർ ചെയ്ത പോലെ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോവും, കാറിൽ പോയിട്ട് തകരാറുകയും ചെയ്തില്ല. പക്ഷേ ശരിയായ പ്രേമം, ശാരീരികമല്ലാത്ത ശരിയായ പ്രേമം, പ്ലാറ്റോണിക് ലവ് നെഹ്റുവും എഡ്വിനും തമ്മിലുണ്ടായി കുറച്ചു കാലം. ഇത് എഡ്വിൻ മൗണ്ട് ബാറ്റനെ അറിയാമായിരുന്നു, അതിൽ അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനെ എങ്ങനെ നാം മനസ്സിലാക്കും? ഇത് മനസ്സിലാക്കുന്നതിന് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ചരിത്ര സന്ദർഭം മാറ്റിയെടുത്തിട്ട് ഇതിനെ മാത്രമായിട്ട് കാണാൻ പറ്റില്ല. കണ്ടാൽ നമ്മൾ വളരെ മിസ്ലീഡ് ചെയ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്
ഈ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ മലബാറിൽ, കേരളത്തിൽ കൂടെ ലാൻഡ് റിഫോംസ് വന്നിട്ടുണ്ടായ ലാൻഡ് റിലേഷൻസിലെ മാറ്റം, പുതിയ ഒരു മധ്യമവർഗം, ഒരു ന്യൂ എഡ്യൂക്കേഷൻ, ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വരുന്നു, ഒരു പ്രിന്റ് ടെക്നോളജി ഉയർന്നു വരുന്നു. പ്രിന്റ് ടെക്നോളജി വരുമ്പോഴാണ് ഓരോന്നിന് എക്സ്പ്രഷൻ വരുന്നത്. ഒരു എക്സ്പ്രഷൻ വരണം എങ്കിൽ പ്രിന്റ് ടെക്നോളജി വരണം. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ നോവലായ ഇന്ദുലേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്ദുലേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്ദുലേഖ മാധവനെ കല്യാണം കഴിച്ചു എന്നോ? അല്ല, ഇന്ദുലേഖ കുഡ് ചൂസ് ഹർ ഹസ്ബൻഡ്. എൻ്റെ വരൻ ആരായിരിക്കണം എന്ന് ഇന്ദുലേഖ തീരുമാനിക്കുന്നു. അത്ര തെറ്റോ ശരിയോ വേറെ പോയിന്റ്. അതിൽ അമ്മാവന് വിഷമമുണ്ടായോ ഇല്ലേ വേറെ പോയിന്റ്. ജാതിക്ക് ജാതി തന്നെയാണ് കല്യാണം, അത് വേറെ പോയിന്റ്. ബട്ട് 1889 അതിനെക്കാട്ടും മുമ്പ് ഈ ആശയം മനസ്സിൽ വരണമല്ലോ. അന്ന് തന്നെ ഇന്ദുലേഖയ്ക്ക് സ്വന്തം ഭർത്താവിനെ ചൂസ് ചെയ്യാനുള്ള ചോയ്സ് ലിമിറ്റഡ് ആണെങ്കിലും ഹൗ ഗുഡ് ഇറ്റ് ഈസ് ടു ഹാവ് ചോയ്സ് ഇല്ലാത്ത അവസ്ഥ നോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ നിലയിൽ വേണം കാണാൻ. അതുപോലെ ഫിയർ, പേടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുള്ള പേടി ഇരുട്ട്. എൻ്റെ ഒരു ബന്ധു കരാട്ടെ ചാമ്പ്യന് നല്ല തൻ്റെടിയൊക്കെ ആയിരുന്നു. അവൾക്ക് ഇരുട്ടിന് എന്ത് പേടിയായിരുന്നു അറിയോ? വീട്ടിൻ്റെ മുകളിൽ പോകണമെങ്കിൽ നമ്മളാരും പോയി സ്വിച്ച് ഇടണം. അപ്പോൾ അവർ ടോർച്ച് എടുത്തിട്ട് പോവുക. കാരണം അന്ന് ഇൻവെർട്ടറൊന്നുമില്ല, കറണ്ട് പോയാലോ ടോർച്ച്. അപ്പോൾ അതല്ല ഫിയർ എന്ന് പറയാൻ. നിങ്ങളുടെ എൻ്റെ പ്രിൻസിപ്പാൾ അത് അവള് കൂടുതൽ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജാപ്പാൻ ഇങ്ങനെ അടിച്ച് കയറുകയാണ്. മലേഷ്യ, ബർമ്മ അവിടെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കയറുക, എപ്പോൾ വേണമെങ്കിൽ എത്താം, ആ ഒരവസ്ഥ വന്നു. അതോടെ ഇവിടെ കുറേ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെയാണ് സൈറൻ വന്നാൽ ലൈറ്റ് ഓഫ് ആക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടത്, അങ്ങനെയൊക്കെ ആയിട്ട്. അത് വല്ലാത്തൊരു ഫിയർ ഉണ്ടാക്കി, ഒരു ഭയം. ആ ഭയത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, ആ ഭയം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. ബാറ്റിൽഷിപ്പ് എംഡൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കപ്പലുണ്ടായിരുന്നു. അതിങ്ങനെ പോകുന്ന വഴിക്ക് 2-3 ഷെല്ലിട്ട്, അതിൽ ഒരു ഷെല്ല് വീണത് ഇന്ന് നിങ്ങൾക്ക് കാണാം. പാരീസ് കോർണറിൽ മദ്രാസിൽ പോയാൽ, ചെന്നൈയിൽ പോയാൽ കാണാൻ പറ്റും. ആ ഒരു മുക്കില് ഒരു ഈച്ച പോലും ചത്തില്ല. പക്ഷെ തമിഴന്മാർ വരണ്ട് നാശമായിട്ട് മദ്രാസിൽ നിന്ന് പലായനം ചെയ്തത്. അതാണ് പോയിന്റ്. അതുകൊണ്ട് മദ്രാസിൽ പഠിക്കുന്ന പലർക്കും വളരെ ചീപ്പായിട്ട്, മലയാളിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ലല്ലോ, വളരെ ചീപ്പായിട്ട് വീട് വാങ്ങി കിട്ടി. 2 നില 4 ബെഡ്റൂം വീട് 5 റുപ്യ. വീട് വിട്ടിട്ട് ഓടിപ്പോയേ. പോയവരെ 1 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതാണ് ഫിയർ. അതിനെയാണ് നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ എടുക്കുക. ഫ്രഞ്ച് റെവല്യൂഷൻ കാലത്ത് ഇറ ഓഫ് ഗ്രാൻഡ് പ്യോ എന്ന് പറയുന്നുണ്ട്. അത് ഗ്രേറ്റ് ഫിയർ. എന്ത് സംഭവിക്കാം, അനിശ്ചിതാവസ്ഥയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഭയം, അവിടെയാണ് സോഷ്യലാവുന്നത്. അവിടെ അത് ഇൻഡിവിജ്വൽ അല്ല. അതാണ് അവിടെ ഒരൊറ്റാൾക്ക് തോന്നുന്ന പേടിയല്ല, ഒരു പൊതുവായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭയം എന്ന വികാരമാണ്. 1921 കലാപ സമയത്ത് അങ്ങനത്തെ ഭയമുണ്ടായി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കണം. ഇതൊക്കെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ ഹിസ്റ്ററി എടുക്കുക, പൊളിറ്റിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട്. എന്ന് മുതലാണ് നാം ബ്ലൗസ് ധരിക്കാൻ തുടങ്ങിയത്? ബ്ലൗസ് കൊളോണിയലാണ്, ബ്ലൗസ് നമ്മുടെ അല്ല. ചെറുകാടിൻ്റെ മുത്തശ്ശി എന്നൊരു നോവലുണ്ട്, സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. അതിൽ നാണി ടീച്ചർ പുറത്ത് പോകുന്നു ബ്ലൗസ് ഇട്ടിട്ട്. തിരിച്ചു വരുമ്പോൾ മുത്തശ്ശി പറയാം, അഴിക്കടി കുപ്പായം. നീ വീട്ടിൻ്റെ പുറത്ത് ബ്ലൗസ് കിട്ടോ, കുപ്പായം, ബ്ലൗസില്ല കുപ്പായം, തിരിച്ചു വരുമ്പോൾ ഊരി വയ്ക്കണം. സി കേശവന്റെ ഭാര്യ അതിനേക്കാൾ രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പച്ചയ്ക്ക് പറയാണ്, ബെഡ്റൂമിലാണ് അവർ ബ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരുന്നത്.
ബെഡ്റൂമിൽ സാധാരണ നമ്മൾ ബ്ലൗസ് അഴിക്കുകയും ചെയ്യാം. പക്ഷേ ബെഡ്റൂമിൽ ബ്ലൗസ് ധരിക്കുന്നു, കാരണം പുറത്തിടാനുള്ള അവകാശമില്ല. ഇവരൊരു ദിവസം അറിയാതെ ആ ബ്ലൗസ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി. ഈ മട്ടലില്ലേ, അത് പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഇവരുടെ മദറിലോ അതും പൊട്ടിച്ചിട്ട് അടിക്കുകയാണ്. ഒരടി ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട്. സി കേശവന്റെ ഭാര്യ അത് വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടടിയേ കിട്ടിയുള്ളൂ എന്നാണ് അവർക്ക് മദറിലോയുടെ ദേഷ്യമൊന്നുമില്ല. കാരണം മദറിലോ ജീവിച്ച കാലം അങ്ങനത്താണ്. അവർക്ക് മനസ്സിലായി, അവർ വിദ്യാസമ്പന്നരായതുകൊണ്ട് അവരത് മനസ്സിലാക്കി. അപ്പം ഈ ബ്ലൗസ് എന്ന് മുതൽ ഒരു ട്രാവൻകൂറിൽ വലിയ ഒരു കലാപം തന്നെ ഉണ്ടായല്ലോ, ബ്രസ്റ്റ് ക്ലോത്ത് കോൺട്രവേഴ്സി. അതിൽ എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് ഒരാൾ പറഞ്ഞിട്ട്, മാഷെ അത് ഇവർ പറയുന്ന പോലെയൊന്നുമല്ല, അത് അന്നത്തെ റെസിഡൻറ്റിൻ്റെ അനിയന് ഒരു കച്ചവടം ഉണ്ടായിരുന്നു, മറ്റേ ക്ലോത്ത് മർച്ചൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്ലൗസ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ കച്ചവടം നന്നാവുമല്ലോ, ജൗളി കച്ചവടം നന്നാവുമല്ലോ, അതായിരുന്നു അയാളുടെ താല്പര്യം. അല്ലാതെ സ്ത്രീകൾ ബ്ലൗസ് ധരിക്കാതെ അതുകൊണ്ട് ആൾക്ക് വലിയ പ്രശ്നമൊന്നുണ്ട്. അതൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഞാനതിൻ്റെ സാധ്യത തള്ളി കളയുന്നില്ല. പോയിൻ്റാണ്, പോസിബിൾ. അന്വേഷിക്കണം, അതന്വേഷിക്കണം. അവിടെയാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ മാറി സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് വരുന്നത്. എന്നു മുതൽ നാം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങി. അന്നത്തെ നോവലുകളിൽ ചെരുപ്പ് നടക്കുന്നതാണ്. ചെരുപ്പ് വരുന്നത് ഒരു വലിയ സംഭവമാണ്, ചെരുപ്പ്. അപ്പം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചോദ്യം വരുന്നു, ആരാണ് ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയത്? ഏത് വർഗം, ഏത് വിഭാഗം? ആണുങ്ങൾ മാത്രമാണ് ചെരുപ്പ് ധരിച്ചത്, പെണ്ണുങ്ങളുണ്ടോ? ദേവകി നിലയങ്ങോട് വലിയ അരിസ്റ്റോക്രാറ്റിക് നമ്പൂരി കുടുംബത്തിലുള്ള സ്ത്രീയാണ്, ചെരുപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചെരുപ്പിന്റെ ഫാഷൻ എങ്ങനെ മാറും? അത് കൊണ്ടിരുന്ന ആളാരാണ്? അന്ന് ചെരുപ്പ് കടയൊന്നുമില്ല, പോയിട്ട് ചെരുപ്പ് കടയെ വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇപ്പൊ വെറുതെ നമ്മൾ കോഴിക്കോട് വെറുതെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ ഒരു 10-12 സ്ഥലങ്ങളിൽ ചെരുപ്പ് മാത്രം കിട്ടുന്ന സ്ഥലമുണ്ട്. ചെരുപ്പ് മാത്രം, കാരണം അതിന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ വക ചോദ്യങ്ങൾ ചോദിക്കുക എന്നതുകൂടിയാണ്. സാരി എന്ന് മുതലാണ് സാരി കൊടുക്കാൻ തുടങ്ങി. ഈ സാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് രീതിയിൽ ഉടുക്കാം. ബംഗാളിലെ ഒരു ബ്രാഹ്മണ സ്ത്രീ ധരിക്കുന്ന പോലെ അല്ല തഞ്ചാവൂരിലെ ബ്രാഹ്മണ സ്ത്രീ സാരി ഉടുക്കുന്നത്, വ്യത്യസ്തമാണ്. ഗുജറാത്തിലെ ഒരു OBC വിഭാഗത്തിൽ പെടുന്ന സ്ത്രീ സാരി ഉടുക്കുന്ന പോലെയല്ല മഹാരാഷ്ട്രയിൽ അതേ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ധരിക്കുന്നത്. നോക്കുക, 18 മുഴം നീളം കറക്റ്റാണ്. അത് ഉടുക്കുന്ന രീതിയിലാണ് വ്യത്യാസം. ഇപ്പൊ ഇങ്ങനെ ഞൊറി വെച്ചിട്ട് ഇങ്ങനെ ഉടുക്കുന്ന ഇതുണ്ടല്ലോ, അത് വളരെ മോഡേൺ ആണെന്ന് മനസ്സിലാക്കുക. അതിലൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനമുണ്ട്. ഇന്ത്യയിൽ പൊതുവായിട്ട് എല്ലാവർക്കും ഒരേപോലെ വസ്ത്രം വരണം, അത് ദേശീയമാണ്. അങ്ങനത്തെ ആശയം വരുമ്പോൾ മുമ്പിൽ ഇങ്ങനെ ഞൊറി വെച്ച് ഇങ്ങനെ ഉടുക്കുന്ന സാരി വരുന്നു. അത് ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു റിപ്പോർട്ടർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഒരു അനലിസ്റ്റ്, ഒരു വിശകലന നടത്തുന്ന ചരിത്രകാരനോ ചരിത്രകാരിയോ ആകുന്നത്. നിങ്ങളുടെ കണ്ടംപററി ഹിസ്റ്ററിയിൽ ഒരു കാര്യമുണ്ട്. എന്നു മുതലാണ് നിങ്ങൾ സൽവാർ കമ്മീസ് ധരിക്കാൻ തുടങ്ങിയത്? എന്നു മുതലാണ് സൽവാർ കമ്മീസ് ചുരിദാറായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്? ഇത് രണ്ടാണ്. ചുരിദാർ എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന UP-ത്തെ വേഷമാണ്. അത് കുറച്ച് ബോഡി ഷേപ്പുള്ളവരിട്ടാലേ നന്നാവുള്ളൂ. സൽവാർ കമ്മീസ് എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടുള്ള പഞ്ചാബി വേഷമാണ്. അത് ആണുങ്ങളും ധരിക്കും. അഫ്ഗാനിസ്ഥാനിലെ മറ്റുള്ള ആണുങ്ങളും സൽവാർ കമ്മീസ് ധരിക്കും. പക്ഷെ നമ്മളിവിടെ SM സ്ട്രീറ്റിൽ പോയിട്ട് സൽവാർ കമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ നോക്കും. ചുരിദാർ, അതൊക്കെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്? അന്വേഷിക്കണം, എങ്ങനെ എന്നുള്ള അന്വേഷണം വേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഷംസാദ് ഹുസൈൻ്റെ മലബാർ പഠനം, കലാപത്തെ പറ്റിയിട്ടുള്ള പഠനം മുഴുവനുമായിട്ട് ഇൻ്റർവ്യൂവിലൂടെ, ഓറൽ ഹിസ്റ്ററിയിലൂടെ രചിക്കപ്പെട്ടതാണ്.
നാട്ടും പുറത്തുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതേ ഭാഷ തന്നെയാണ് അവരവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ഇടയിൽ അവരുടെ അനാലിസിസ് വരുന്നുണ്ട്, ഇടയിൽ അവരുടെ ചില എക്സ്പ്ലനേറ്ററി നോട്ട് വരുന്നുണ്ട്. ഈ പങ്കെടുത്ത ഒരുപാട് മുസ്ലിം സ്ത്രീകൾ എളീമ എളീമ എന്ന് പറയുന്നുണ്ട്. ആദ്യം ഇവർക്ക് മനസ്സിലായില്ല, അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയാണേ. അതിൽ നിന്ന് ബഹുഭാര്യത്വം വളരെ വ്യാപകമായിരുന്നു എന്ന ഒരു ജനറലൈസേഷനിലേക്ക്, ഒരു 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 സാമാന്യവൽക്കരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടെന്ത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നെ വരുന്നതാണ്. അതിരിക്കട്ടെ. വിൻസെന്റ് പോള്, മഹ്മൂദ് ഒക്കൂറി എന്നിവർ ഈയിടെ മാതൃഭൂമിയിലും മറ്റുമൊക്കെ എഴുതിയ ചരിത്രങ്ങളും ഫോട്ടോ ഇതാക്കുന്നു. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് വേറെ കാര്യം. അതല്ല ഇവിടുത്തെ പോയിന്റ്. അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ല. മൃഗങ്ങൾ, നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണും. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സ്ട്രേ ഡോഗ്സ്, പട്ടികൾ വരും. ചിലപ്പോൾ അത് നമ്മളെ ഒന്ന് കടിക്കും, ചിലവർ അതിനെ താലോലിക്കും, അങ്ങനെയൊക്കെയുള്ള പൂച്ച ഒക്കെ ഉണ്ട്. ശരി, കഴുതകൾ നമ്മൾ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അവനൊരു കഴുതയാണ്. പക്ഷെ കഴുത എന്ന നാൽകാലി ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അത് അംഗീകരിക്കപ്പെടാതെ പോയതാണ്. അതിന് വായില്ലല്ലോ പറയാൻ. അതുകൊണ്ടത് എന്നെ എല്ലാവരും എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് എൻ്റെ കാര്യമൊന്നും എഴുതിയില്ല. അതാണ് ഇവിടെ മൃഗങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ വരുന്നത്. ഷുമേഴ്സിൻ്റെ ഒരു പഠനം, കലാപകാലത്തെ ജയിലറകൾ. ജയിലടച്ചു. ജയിൽ 343 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അത്ര നമ്മൾ പറയുള്ളൂ. അതിനപ്പുറത്ത് ജയിൽ ജീവിതം എന്നത് എങ്ങനെ, പ്രത്യേകിച്ച് ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതം എന്തായിരുന്നു? ഭക്ഷണമില്ല, വസ്ത്രമില്ല, രോഗം വന്നാൽ കടക്കുക, ചികിത്സയില്ല, ഇടയ്ക്ക് അടി, അതിനിതില്ല, ഡോക്ടർ വന്നാലും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, പറഞ്ഞു കൊടുത്താൽ കൂടുതൽ അടി കിട്ടും. ഇതാണ് ജയിൽ ജീവിതം. അതിൻ്റെ അനുഭവങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അതിൽ പക്ഷേ ഷുമേഴ്സ് നല്ലൊരു പോയിന്റ് റൈസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് വേറൊരാൾ പഠനം നടത്തി, ഫ്രഞ്ച് പഠനം, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്. ഡിസിപ്ലിൻ ആൻഡ് പണിഷിൻ്റെ ഈ ഫുക്കോയിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞ, അത് ഫ്രാൻസത്തെ അനുഭവമാണ്. അതൊരു കോളനി. ഫ്രഞ്ച് ഒരിക്കലും ഒരു കോളനി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഷുമേഴ്സ് എടുത്തു പറയുന്നു, ഫുക്കോന്റെ നിഗമനങ്ങൾ ഇവിടെ സാധുവല്ല. ഫുക്കോന്റെ നിഗമനങ്ങൾ നിരാകരിക്കപ്പെടേണ്ടതാണ് മലബാർ മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം എന്നത്. പിന്നൊരിത് ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല, പറയും. രാത്രി, അവളുടെ രാത്രി അല്ല കേട്ടോ. ഈ രാത്രി എന്നുള്ള സങ്കല്പത്തിന് എടുക്കുക. ഇന്നത് വലിയ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അമ്മാതിരി ലൈറ്റുകൾ വന്നു, രാത്രി രാവിലെയായി. അതില്ലാത്തൊരവസ്ഥയിൽ നോക്കുക. നേരത്തെ കിടക്കും, നേരത്തെ എണീക്കും. കമ്പിറാന്തൽ വലിയ ഒരു ലക്ഷറിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ നല്ല തമാശ തോന്നും. താമസിക്കുന്ന വീട്ടിൽ നിന്ന്, സത്രത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കാണിപ്പയ്യൂര്, അദ്ദേഹം വലിയ ധനികനായിട്ടുള്ള ഒരു ഇതാണല്ലോ, കയ്യിലൊരു ഞെക്ക് വിളക്ക് കരുതി, ടോർച്ച്. അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തെ ക്ഷേത്രത്തിലുള്ള കാവൽക്കാർ തടഞ്ഞു. ടോർച്ചും കൊണ്ട് അകത്ത് കിടക്കാൻ പാടില്ല. അത് കാണിപ്പയ്യൂരിനെ പോലത്തെ ഒരു പണ്ഡിതനോട്, നമ്പൂരിയോടാണ് നിങ്ങൾ പറയുന്നത് ആലോചിക്കണം. അപ്പം ഷർട്ട് ഇട്ടിട്ട് അകത്ത് കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ചർച്ചാ വിഷയമാണല്ലോ. ഇതൊന്നും ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. ടോർച്ച് കൊണ്ട് കാണിപ്പയ്യൂരിനെ പോലത്തെ ഒരാൾക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല. ആരെ തീരുമാനിച്ചാൽ ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിച്ച് പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മാങ്കാവ് ഗോകുലത്തെ ക്ഷേത്രത്തിൽ അന്തകാലത്തൊന്നുമല്ല, 1920-കളിൽ അതുവരെ പോവാം. ബ്ലൗസ് ഊരിയിട്ടതാണ്. കുറച്ച് പ്രായമുള്ളവരെ പോവുള്ളൂ. ചെറുപ്പക്കാരവിടെ പോയിട്ട് പുറമേ തൊഴുതിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് വരും. എറണാകുളത്തപ്പൻ്റെ അകത്ത് കയറണമെങ്കിൽ ബ്ലൗസ് ഊരണം.
അമ്പാടി കാർത്തിയാനിയമ്മ ആരുടെ അത് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബ്ലൗസ് ഇട്ടിട്ട് അകത്ത് കയറി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ആചാരം മാറി. അത്രേ ഉള്ളൂ. അപ്പം എങ്ങനെ ഈ മാറ്റങ്ങൾ, ചരിത്രം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളുടെ പഠനങ്ങളാണ്. എങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടായി, മാറ്റങ്ങൾ എന്തുകൊണ്ട്, മാറ്റങ്ങളെ കൊണ്ട് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. രാത്രി ശിവദാസൻ അതിനെ ഒരു നല്ല ബുക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എലോബറേറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. എങ്കിലും അത് കാളവണ്ടിയിൽ റാന്തൽ കെട്ടിയിട്ട് യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഈ കടാവളക്ക് എന്തുകൊണ്ട് കടാവളക്ക് കേശവമ്പളത്തായിട്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തീ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ വരുമായിരുന്നു. തീപ്പെട്ടി ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ അടുപ്പ് കൂട്ടണമെങ്കിൽ തീ വേണം, തീപ്പെട്ടി ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? കടാവളക്കുള്ള നമ്പൂരി ഇല്ലത്തിൽ പോയിട്ട് ഒരു ചൂട്ട് കത്തിച്ചിട്ട് വരും, തീയായി. അപ്പൊ തീ എന്നുള്ളത്, കടാവളക്ക്, തീപ്പെട്ടി, ഇതൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ ഈ നിലയിലേക്ക് പോകേണ്ടതാണ്. സമയക്കുറവിനാൽ ഞാൻ കൂടുതൽ വയ്ക്കുന്നില്ല. 2 കാര്യങ്ങൾ കൂടി വളരെ ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന്, ഇങ്ങനത്തെ ചരിത്രം എഴുതാൻ നിങ്ങൾ പൊതുവെ ഇപ്പം കിട്ടുന്ന സോഴ്സ് വെച്ചുകൊണ്ട് എഴുതാൻ പറ്റില്ല. യു റിക്വയർ ന്യൂ സോഴ്സസ്. ഈ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മാനത്ത് ഇങ്ങനെ പൊട്ടി വീഴില്ല. നമ്മൾ അതിനു വേണ്ടി തപ്പിപ്പോണം. നമ്മൾ സോഴ്സുകൾ കാണാൻ വേണ്ടി തപ്പിപ്പോണം. ഒരു പൊളിക്കാൻ നിന്ന വീടിൻ്റെ തട്ടും പുറത്തു നിന്നാണ് 1923 തൊട്ട് 1963 വരെയുള്ള ഒരു വ്യക്തിയുടെ ഡയറി കുറിപ്പ് സാറിന് കിട്ടിയത്. അദ്ദേഹം ജയിലിൽ പോയ സമയത്ത് മാത്രമേ ഡയറി എഴുതത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഡെയിലി അദ്ദേഹം ഡയറി എഴുതി. അതുപോലെ യാദൃച്ഛികമായിട്ട് നമുക്ക് കിട്ടിയേക്കാം. ഒരു വീടിൻ്റെ ഇതിൽ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇതിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കുമ്പോഴാണ് മെയ്ഡ് ഇൻ ജാപ്പാൻ. എടാ ഇതെന്താണ് നോക്കി അന്വേഷിക്കുമ്പോഴാണ് അത് ഈ പഫിങ് ആണ്. ഈ അന്നൊക്കെ ഇന്നത്തെ പോലെ സ്പ്രേ ഒന്നുമില്ല, ഇങ്ങനെ പഫ് ചെയ്യുമ്പോൾ പൗഡറൊക്കെ ഇങ്ങനെ വരും. അത് അന്നക്കാലത്ത് മലേഷ്യയിലേക്ക് കുടിയേറിയ മുത്തശ്ശൻ്റെ അനിയൻ എൻ്റെ അമ്മയുടെ കല്യാണത്തിന് കൊടുത്ത വെഡ്ഡിങ് ഗിഫ്റ്റാണ്. അതിൻ്റെ കാലം കഴിഞ്ഞു. അപ്പം മുത്തശ്ശൻ വരച്ച് എരി കയറുന്ന അവിടെ കുത്തി വയ്ക്കാം ഇങ്ങനെ സിലിണ്ടർ. നോക്കുക എന്തൊക്കെ തരത്തിൽ സോഷ്യലിസ്റ്റ് സാധ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സോഴ്സുകൾ നിങ്ങൾ തപ്പിപ്പോകുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ വാഷർ വുമൺ, ബെല്ലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഷർ വുമൺ, അവർ ഡയറി എഴുതി. ഡയറിയിൽ നിത്യസംഭവങ്ങളൊന്നുമില്ല. അവർ അലക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ വിവരമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, ഇതിൽ കുഞ്ഞുടുപ്പ് എന്ന വസ്ത്രമില്ല. എന്തുകൊണ്ട് കുഞ്ഞുടുപ്പില്ല? കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് ഉടുപ്പുണ്ടെങ്കിൽ അത് അരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം അതിൽ നിന്ന് ഒരു അവിചാരിതമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണെന്ന് നോക്കുക. പിന്നൊന്ന്, ഇത് എഴുതാൻ നിങ്ങൾക്കൊരു പുതിയ മെത്തഡോളജി വേണം. യു റിക്വയർ എ ന്യൂ മെത്തഡോളജി ടു റൈറ്റ് ദിസ്. അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഹിസ്റ്ററി എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ശ്രീജിത്ത്, എൻ്റെ സ്റ്റുഡൻറ്റ് ശ്രീജിത്ത്, ഇവിടുത്തെ ശ്രീജിത്തല്ല, കൽക്കട്ടയിൽ ശ്രീജിത്ത് മിഡിൽ ക്ലാസ്സിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ അതിൻ്റെ വിശദങ്ങളുടെ സമയക്കുറവിനാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മിക്കാനല്ല, നിങ്ങളുടെ വെറുതെ ഇരുന്ന് ഉറക്കം തോന്നണ്ട, ആലോചിക്കുക. ലീഷർ എന്നതൊരു ചാപ്റ്ററാണ്. ലീഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവുകാലമാണോ? ഹോളിഡേ ആണോ? അന്വേഷിക്കുക. ഒരു ഫാക്ടറി, അതിലൊരു റൂം, അവിടെ നിങ്ങൾക്ക് ക്യാരം ബോർഡോ അങ്ങനെ വല്ലതൊക്കെ ഒരു 10 മിനിറ്റ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. എന്തിനാ മുതലാളി അങ്ങനൊരു ഏർപ്പാട് ചെയ്യുന്നത്? അയാൾ നല്ലൊരാളായതുകൊണ്ട് അല്ലേ? അല്ല, അതിനൊരു തന്ത്രമുണ്ടാകും. അതാണ് ലീഷർ എന്നുള്ളത് മനസ്സിലാക്കിയാൽ, ഹൗ ഡു യു പ്രൊവൈഡ് ലീഷർ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവിങ് എ ഹോളിഡേ ആൻഡ് ഹാവിങ് സം അവേഴ്സ് ഓഫ് ലീഷർ? ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരുമ്പെടുക. കൺവെൻഷണൽ ഹിസ്റ്ററി ആയിട്ട് സാമൂതിരിപ്പാട് എന്ന് ജനിച്ചു, ടിപ്പു സുൽത്താനുമായിട്ടുള്ള ആദ്യത്തെ യുദ്ധം ഒന്നുണ്ടായി,
മിലിറ്ററി ഹിസ്റ്ററി വേണ്ടതാണ് കേട്ടോ. മിലിറ്ററി ഹിസ്റ്ററി എഴുതപ്പെട്ടിട്ടേ ഇല്ല. ഇവിടെ മിലിറ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഉണ്ടായത് ഒരു ചരിത്രകാരനല്ലാത്ത ഡോക്ടർ ഒലിവർ നൂൺ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ട് പോയപ്പോൾ യാദൃച്ഛികമായിട്ട് ഡോക്യുമെൻ്റ് കണ്ടിട്ട് അതിൽ താല്പര്യം കൊണ്ട് കൂടുതലെടുത്ത് ആക്കിയിട്ട് ഒരു ബുക്ക് എഴുതി. മിലിറ്ററി ഹിസ്റ്ററി വേണ്ടതാണ്. പക്ഷേ ഡു റൈറ്റ് അൺകൺവെൻഷണൽ ഹിസ്റ്ററി. അത് എഴുതാൻ നിങ്ങളിൽ ചിലരെങ്കിലും പ്രേരിപ്പിക്കാൻ എൻ്റെ ഈ ഇടപെടൽ നിമിത്തമായെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. ഇനി അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ശിവൻ സാറുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ബഹുമാനപ്പെട്ട ഗോപാലൻകുട്ടി സാർ, അനീസുദ്ദീൻ സാർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെ സുദീർഘമായ രീതിയിൽ കേരള ചരിത്ര രചനയിൽ, പ്രത്യേകിച്ചും ആധുനിക ചരിത്ര രചനാശാസ്ത്രത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഗോപാലൻകുട്ടി സാർ വിശദമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല. നമ്മുടെ കേരള ചരിത്ര രചനയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓറൽ ഹിസ്റ്ററി അഥവാ വാമൊഴി ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കയിൽ ഒരു പഴമൊഴിയുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഒരു ലൈബ്രറി ഇല്ലാതാവുന്നു എന്നാണ് അവരുടെ പഴമൊഴി. ഒരു മനുഷ്യൻ ഒരു 70, 80, 90 വയസ്സ് കാലം ജീവിക്കുമ്പോൾ അവൻ സമാഹരിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ വോള്യം ഒരു ലൈബ്രറിയേക്കാൾ അധികമാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ അയാൾ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛനോ അമ്മയോ വാപ്പയോ ഉമ്മയോ നാം അറിയുന്ന നമ്മുടെ കുടുംബത്തിലോ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളെ വിട്ടുപോയി മറ്റൊരു നിമിഷത്തിലാണ് നമ്മൾ തിരിച്ചറിയുക, എന്തെല്ലാം അറിയുന്നൊരു ആളായിരുന്നു, എനിക്ക് അയാളെ മാത്രം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു പഠനം നടത്താമായിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് നമ്മൾ അറിയുക. 1970-കൾ 80-കൾ വരെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ജയിലനുഭവങ്ങളുള്ള, നവോത്ഥാന നവീകരണ മുന്നേറ്റങ്ങളിൽ പങ്കെടുത്ത് വലിയ ഹൃദയഭേദമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കയ്പുനീരും അതിൻ്റെ ദുരനുഭവങ്ങളും അതിൻ്റെ സന്തോഷവും, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ദിനത്തിൽ കൂടി കടന്നുപോയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സന്തോഷം എത്രയായിരുന്നു എന്ന് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള മെഗാ നാരേറ്റീവ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. AKG അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുകയാണ്, സ്വാതന്ത്ര്യ ദിനം അതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഞാൻ കോഴിക്കോട് നഗരത്തിലെ ജയിലിനുള്ളിലാണ്. പുറത്തു നിന്ന് കേൾക്കുന്ന പെരുമ്പറ മുഴക്കങ്ങളും ആളുകളുടെ സന്തോഷപ്രകടങ്ങളുടെയും ശബ്ദം എൻ്റെ ചെവിയിലേക്ക് എത്തുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എത്ര കാലമാണ്, എത്ര മനുഷ്യരാണ് ഈ നാടിനെ രാഷ്ട്രീയപരമായി മോചിപ്പിക്കുവാൻ വേണ്ടി ഈ മണ്ണിൽ പ്രവൃത്തിയെടുത്തത്, എന്തെല്ലാം ദുരനുഭവങ്ങളാണ് അവർക്കുണ്ടായത് എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായെന്ന് പറയുന്നു. ഇതൊരു മെഗാ നാരേറ്റീവാണ്. എഴുതാൻ അറിയുന്നവൻ, ഒരു ആത്മകഥ എഴുതുന്നവൻ, അവനിതൊക്കെ പറയാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ മറ്റ് കാരണം കൊണ്ട് നിശബ്ദരാക്കപ്പെട്ട ജനങ്ങളുണ്ട്, ധാരാളം ഉണ്ട് നമ്മുടെ ഇടയിൽ. പ്രത്യേകിച്ചും സ്ത്രീകൾ, കീഴാള ജാതിക്കാർ, എഴുതാനും വായിക്കാനും അറിയാത്തവർ, ആ മനുഷ്യരൊക്കെ പെടുന്നതല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തെ നോക്കിക്കാണുന്ന പല ആംഗിളുകളിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ബഹുമുഖമായ സ്വഭാവമാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരു ചരിത്രത്തെ കാണാൻ പറ്റുന്ന അതേ സ്വാതന്ത്ര്യം നാം അവകാശം നിഷേധിക്കപ്പെട്ട ആളുകൾക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അവർ കാണുന്നത് അവരുടെ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ സബാൾട്ടൻ സ്റ്റഡീസിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി തുടങ്ങുന്നത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവനും ചരിത്രത്തെ നോക്കിക്കാണുവാനും അവൻ്റെ രീതിയിൽ സ്വാംശീകരിക്കാനും കഴിവുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഇന്ന് അവശേഷിക്കുന്ന ആ ജനവിഭാഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എത്ര സമ്പന്നമായ, നമ്മൾക്ക് നേരിട്ട് കാണാത്ത, പാഠപുസ്തകങ്ങളിൽ കാണാത്ത, ചരിത്രത്തിൻ്റെ എഴുതപ്പെട്ട രേഖകളിൽ കാണാത്ത എത്ര മനുഷ്യാനുഭവങ്ങളാണ് പുറത്തു വരുന്നതെന്ന് അറിയാമോ? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നാം ഈ മെഗാ നരേറ്റീവ്സിൽ നിന്ന്, ഡോമിനൻ്റ് വോയിസിൽ നിന്ന് സൈലൻസ്ഡ് വോയിസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. ആ സൈലൻസ്ഡ് വോയിസിലേക്ക് പോകുന്നതിൻ്റെ രീതിശാസ്ത്രത്തെയാണ്, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ഓറൽ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. ഓറൽ ഹിസ്റ്ററിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ മെത്തഡോളജിയും നമ്മൾ ഓറൽ ഹിസ്റ്ററി എന്നാണ് പറയുക. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെയും നമ്മൾ എന്താ പറയുക? ഓറൽ ഹിസ്റ്ററി എന്നാണ് പറയുക. നിങ്ങൾ ഏത് മെത്തഡോളജി ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ചത് ഓറൽ ഹിസ്റ്ററിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉണ്ടാക്കിയ വാമൊഴി ചരിത്രം ഓറൽ ഹിസ്റ്ററി മെത്തഡോളജിയിലൂടെയാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടത്. ഈ ഒരു രീതിശാസ്ത്രം ഉണ്ടാവുക എന്ന് തന്നെയായിരുന്നു ഓറൽ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് ഓറൽ ഹിസ്റ്ററി ഒരു ശാസ്ത്രശാഖയായി, ശാസ്ത്രീയമായി നമുക്ക് അന്വേഷിക്കുന്ന ഒരു ശാഖയായി വികസിച്ചു വന്നതോടെ നമുക്ക് ഇത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇത് വളരെ അപൂർവമായിട്ട് നമ്മുടെ ഇന്ത്യയിലും അതിനേക്കാളും അപൂർവമായിട്ട് നമ്മുടെ കേരള ചരിത്ര രചനയിലും ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സംശയത്തോടു കൂടി നോക്കിക്കണ്ട് അതെങ്ങനെയാണ് ചരിത്രമാവുക എന്ന് പറയുന്ന ചരിത്രകാരന്മാരും അധ്യാപകരും നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ധാരാളം പഠനങ്ങൾ പരിചയപ്പെടുകയും ആ പഠനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ നാം നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ സവർണ വിഭാഗക്കാർ മാത്രമാണ് കുളിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും അതിൽ പോയി കുളിച്ചിട്ടുണ്ട്. ആ കുളത്തിൻ്റെ പേര് ഐത്തക്കുളം എന്നാണ്. ഈ ഐത്തക്കുളത്തിലേക്ക് അതിൻ്റെ 4000 വരാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന പാർശ്വവിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ എൻ്റെ ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന അത്തരത്തിലുള്ള കുട്ടികളെല്ലാം നമ്മൾ ജാതി മറന്ന് പുതിയ കാലഘട്ടത്തിലെ യുവ സമൂഹമാണ്. അപ്പോൾ വീടിനടുത്തുള്ള ആ കുട്ടികളെല്ലാം ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയി ഈ കുളത്തിൽ ചാടി കുളിക്കുന്നത്. അപ്പോൾ ആ കുളം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തിലെ ഈ വിഭാഗ്യതയും പാർശ്വവൽക്കരണത്തിനെയും പ്രതീകമാണ് ആ കുളം എന്ന് പറയുന്നത്. ചരിത്രത്തിലെ നമ്മുടെ ആർക്കൈവ്സിൽ പോയി നമ്മുടെ ഏതെങ്കിലും ആർക്കൈവൽ നോട്ടിൽ ഈ കുളങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഐത്തം എന്ന് പറയുന്ന സമ്പ്രദായം എത്ര വളരെ ഹീനമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടിരുന്നത് എന്ന് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് പോലും അറിയാൻ സാധിക്കും. അത് മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഐത്തം എത്ര മാരകമായിട്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നത് അതിനെപ്പറ്റിയുള്ള സൂചന നമുക്ക് എഴുതപ്പെട്ട രേഖകളിൽ ഡോമിനന്റ് വോയിസിൽ നമുക്ക് ലഭ്യമല്ല. എങ്ങനെ നമ്മളത് പഠിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതെടുത്ത് വെയിലത്തെറിയാൻ ശ്രമിച്ച ഐത്തം ഇപ്പോഴും അത് സമൃദ്ധമായി നമ്മുടെ നാട്ടിൽ നിൽക്കുകയല്ലേ? പി കേശവദേവ് അദ്ദേഹത്തിന്റെ എതിർപ്പിൽ പറയുന്നുണ്ട്, ചെറുപ്പകാലത്ത് ഞാൻ അന്നത്തെ ഒരു ആവേശത്തിന് ആര്യസമാജത്തിൽ ചേർന്നു. ആലപ്പുഴ വിട്ട് പാലക്കാട് ചെന്ന് ആര്യസമാജത്തിൽ ചേർന്ന് അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ചില തീയ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ രാവിലെ അവിടുത്തെ കുളത്തിൽ കുളിക്കാൻ പോയി. ആ കുളത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള സവർണരായിട്ടുള്ള ആൾക്കാർ മട്ടലെടുത്ത് അടിച്ചോടിച്ചു ഇവരെ. അദ്ദേഹം പിൽക്കാലത്ത് ഐത്തം എന്ന് പറയുന്ന ഒരു ചെറിയ ലേഖനം ഒരു മാസികയിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അന്നാണ് സന്യാസിയായാൽ പോലും ഈ ഐത്തത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാർ അവരെ ഒഴിവാക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നിങ്ങൾ വാടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കുളിക്കാൻ പോവുകയും വടിയും മറ്റുമൊക്കെ കയ്യിൽ കരുതുകയും അടിക്കാൻ വന്നവരെ തിരിച്ചടിച്ചോടിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റുക? അപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെ പോലെയുള്ള ആളുകൾ, നമ്മുടെ ഗ്രാമത്തിലുള്ളവർ, നമ്മുടെ അയൽവാസികൾ, അവരുടെ മുഖവും അവരുടെ വേദനകളും അവരുടെ അനുഭവങ്ങളും കാണാൻ സാധിക്കാതെ നാം ഇങ്ങനെ ചരിത്രം പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുകയാണ്, കുറച്ച് പ്രായമായ ആളാണ്, ഞാൻ BA ഹിസ്റ്ററി പഠിച്ച ആളാണ്. അന്ന് ഞങ്ങൾക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററി, ചൈനീസ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് ദി ഫാർ ഈസ്റ്റ്, ഇന്ത്യൻ ഹിസ്റ്ററി ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ നാട് ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. ഇപ്പം ഈ പ്രായത്തിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ എന്തിനാണ് ഫാർ ഈസ്റ്റ് പഠിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഒരു ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. ബ്രിട്ടീഷ് ഹിസ്റ്ററി ഞാൻ എന്തിനാണ് പഠിച്ചത്? എൻ്റെ ജീവിതത്തിൽ എവിടെയും എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പുതിയ പ്രവണതകൾക്കനുസരിച്ച് പുതിയ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യരെ തെരഞ്ഞു പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ചരിത്രം നാം പഠിച്ചിട്ടില്ല, അതിൻ്റെ സോഴ്സ് ഇപ്പോഴും ജീവിക്കുന്ന ആളുകളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ചെറുപ്പക്കാർ, വിനിൽ പോളിനെ അടക്കമുള്ള പുതിയ തലമുറയെല്ലാം ഇത്തരത്തിൽ ചരിത്രത്തെ നോക്കിക്കാണുന്നതിൻ്റെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തു വരുന്നത് ഗോപാലൻകുട്ടി മാഷ് നിങ്ങളോട് പറയുന്നുണ്ട്. എത്രയോ നല്ല രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വരാൻ പോകുന്ന നാളുകളിലെ PhD പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചു തരും.
ഒരു പ്രബന്ധം എൻ്റെ കീഴിൽ ഇപ്പോൾ വരാൻ പോകുന്നത് ഭയത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ 1900 ശേഷം ഇന്ത്യയിൽ അനുഭവപ്പെട്ടിരുന്നത് ഡിഫീറ്റിസ്റ്റ് മെന്റാലിറ്റിയാണ്. അവർ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന അനുനിമിഷം വളർന്നുകൊണ്ടിരുന്ന ഒരു ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. പുറത്തവർ വലിയ ശൗര്യം കാണിച്ചാലും, പക്ഷേ മറുപുറത്തെന്താ, നമ്മുടെ ജനക്കൂട്ടം ശക്തിയാർജിക്കുകയാണ്. റോട്ടിലിറങ്ങി കൂവി വിളിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടി തുടങ്ങി. ഒരു വെള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫറൂഖ് വഴി പോകുന്നതിൻ്റെ ഒരു പത്ര കട്ടിങ്ങിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. 1940-കളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മോട്ടോർ ബൈക്കിൽ. അപ്പോൾ ഫറൂഖിൽ വെച്ച് അവിടെ കൂടിയ ആളുകൾ കൂവി വിളിച്ച് ഇയാളെ വേഗത്തിൽ അവിടെ നിന്ന് ഓട്ടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് സാധ്യമായത്? അപ്പോൾ നമ്മൾ മറുഭാഗത്ത് ആ വിജയ മനോഭാവം നമ്മളിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത് കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മെന്റാലിറ്റി എന്ന് പറയുന്ന മാനസിക ഒരു തലം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും സൂക്ഷ്മമായി പഠിക്കാനും നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി തെളിവുകളുണ്ട്. എവിടേക്കാണ് നമ്മൾ തെളിവുകൾ തേടി പോവുക? ആർക്കൈവ്സിലേക്കാണോ? ആർക്കൈവ്സിൽ എഴുതിയിട്ടുള്ള എല്ലാ എഴുതപ്പെട്ട രേഖകളും പ്രമാണങ്ങളാണ്, അത് അവസാന രേഖകളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കൈവ്സിൽ എഴുതപ്പെട്ട രേഖകളാണ്, അത് വേണ്ടപ്പെട്ട രേഖകളാണ് അവർക്ക് മാത്രം. ഭരണാധികാരികൾ ഭരണ സൗകര്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ രേഖകൾ അതേപടി പകർത്തിയാൽ അത് ആർക്കുള്ള ചരിത്രമായി മാറും? അത് ഭരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചരിത്രമായി മാറും. അപ്പോൾ ഭരിക്കപ്പെട്ടവൻ, അടിച്ചമർത്തപ്പെട്ടവന്റെ വോയിസ് നമുക്ക് എവിടുന്ന കാണാൻ പറ്റുക? അത് കാണണമെങ്കിൽ നാം താഴെ തട്ടിലേക്ക്, അടിയാള വിഭാഗങ്ങളിലേക്ക്, അടയാളപ്പെടുത്താതെ പോയവരിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കണം. ഒരാഴ്ച മുമ്പ് ഒരു വേലായുധൻ വൈദ്യർ എന്ന് പറയുന്ന 92 വയസ്സായ നല്ല ആരോഗ്യമുള്ള കുറച്ച് അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. രാവിലെ 9 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അയാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അദ്ദേഹം താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. മണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട വൈദ്യ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വൈദ്യ ഷോപ്പൊക്കെ നടത്തി വലിയ ഭേദപ്പെട്ട രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഈ വൈദ്യം എവിടുന്നാണ് പഠിച്ചത്? ഞാൻ 20 വയസ്സായപ്പോൾ ഒരു വൈദ്യം ഉണ്ടായിരുന്നു, അയാളെ കടയിൽ പോയിരുന്നു. നമ്മളെ കുടുംബം വൈദ്യ കുടുംബമാണ്. അച്ഛൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആ കടയിൽ ചെന്ന് പ്രാക്ടിക്കലായിട്ട് പഠിച്ചതാണ്. അപ്പോൾ പാഠപുസ്തകം, ഇതിനൊക്കെ പുസ്തകങ്ങളൊക്കെ വേണ്ടേ? ആ ഒരു ബാലചികിത്സാ നൂൽ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം ആലപ്പുഴയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് ഞാൻ മേടിച്ചിരുന്നു. അതിൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ പറയുന്നുണ്ട്. ആ മലയാള പുസ്തകം പ്രിന്റ് കൾച്ചർ വന്നപ്പോൾ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ആലപ്പുഴയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് ഇനി കേരളത്തിലാകമാനം വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അത് അയാൾ വായിച്ചു. അത് വായിച്ചിട്ടാണ് എല്ലാ ചികിത്സയ്ക്കും അദ്ദേഹം ഈ ചികിത്സ നടത്തുന്നത് രോഗങ്ങൾക്ക്. അദ്ദേഹത്തിന് അച്ഛൻ ഒരു ഓലക്കെട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അതിൽ കുറേ മരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓലക്കെട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയി വളരെ സേഫായി വെച്ച ആ ഓലക്കെട്ട് എടുത്തുകൊണ്ട് കാണിച്ചത്. വളരെ പഴയതാണ്. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പഴയ മലയാളത്തിൽ മരുന്നുകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അതെനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സംസ്കൃതമൊക്കെ അറിയാമെന്ന് പറഞ്ഞു. കാരണം ഓരോ രോഗത്തിൻ്റെയും സംസ്കൃത ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചു വന്ന് അദ്ദേഹം ഒരു രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കൃത ശ്ലോകമാണ് ആദ്യം ചൊല്ലും, എന്നിട്ട് മരുന്ന് പറയും. അപ്പോൾ ഈ സംസ്കൃത ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ആൾ കടന്നു പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിക്കുക. താഴെ തട്ടിലുള്ള ആളുകൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് പൊരുതി ജീവിക്കുകയാണ്. അവരുടെ ജീവിതം കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള അവരുടേതായ സംവിധാനങ്ങൾ അവർ വളർത്തിക്കൊണ്ടുവന്നാണ്. ആ മനുഷ്യൻ ഒരു റിച്ച് സോഴ്സാണ്. അയാൾ പറയാണ്, എന്നെ വീട്ടിൽ കയറ്റാത്ത ധാരാളം സവർണ കുടുംബങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ നായർ കുടുംബങ്ങളിലെ കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരായിരുന്ന ചെറുപ്പക്കാർ, എൻ്റെ പ്രായക്കാരായ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ തറവാട്ട് കുളത്തിൽ പോയി കുളിച്ചിട്ട് വാ. പോയി അവിടെ ചെന്ന് കുളിച്ചു, വരാൻ പറഞ്ഞു, കറുത്ത മുണ്ടുടുപ്പിച്ചു, മാല ഇടിയിപ്പിച്ചു. നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരാണ്. നമ്മുടെ നാട്ടിൽ അഖണ്ഡനാമം എന്ന് പറയുന്ന ഒരു പുതിയ പ്രവൃത്തിയിലൂടെ അവർ കീഴാള് ജാതിക്കാരെ ഈ ഒരു മുഖ്യ വിഭാഗത്തിലേക്ക് ആകർഷിക്കാൻ അഖണ്ഡനാമങ്ങൾ നമ്മുടെ നാട്ടിലാകമാനം പടർന്നു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രക്രിയയായിരുന്നു അത്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അപ്പം അദ്ദേഹം അത് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ ശേഖരിച്ച് നാം ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും പ്രധാനമാണ്. അദ്ദേഹം നമ്മളെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഒരു ഭൂമികയിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചു വന്നത് എന്നതിൻ്റെ
പറയുന്ന വോയിസ് നമുക്ക് കിട്ടാതെ പോകും. ഇത് ഇത്രയും സാങ്കേതിക വിദ്യ നമുക്കുണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൂടെ? ആ റെക്കോർഡ് ചെയ്തത് നമുക്ക് ക്ലാസ്സിൽ അനുഭവിക്കുന്ന ആ മനുഷ്യർ തന്നെ പറയുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ കാണിച്ചൂടെ? അത്രത്തോളം ഒരു ഇഫക്റ്റ് എവിടെയാണ് കിട്ടുക? ഞാൻ പറയുന്നത് ഓറൽ ഹിസ്റ്ററി ഇത്രത്തോളം നമുക്ക് വളരെ സംശുദ്ധമായ, കലർപ്പില്ലാത്ത വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ സാമൂഹ്യ ജീവിതം മാത്രമല്ല, സാങ്കേതിക വിദ്യയും അനുഭവജ്ഞാനവും മനുഷ്യന് സമാഹരിക്കാൻ പറ്റാത്ത കഴിഞ്ഞിട്ടുള്ള എഴുതപ്പെടാത്ത ധാരാളം വിവരങ്ങൾ അവരുടെയൊക്കെ ഓർമ്മകളിലുണ്ട്. ആ ഓർമ്മകളിൽ നിന്ന് അത് ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അവസാനം ഇതൊക്കെ എഴുതിയാൽ ഇത് എഴുതപ്പെട്ടത് തന്നെ ആയി പോകും. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നിന്ന് അവർ പറയുന്നത് അവരുടെ എക്സ്പ്രഷൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഒരു ചന്ദ്രമതി എന്ന് പറയുന്ന 72 വയസ്സുള്ള ഒരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്തു. അവര് ബാലാതുരുത്തി എന്ന് പറയുന്ന ദ്വീപിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അവിടെ സർവത്ര ഉപ്പുവെള്ളമാണ്. അവര് ജനിച്ചു വളർന്നത് ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു നാട്ടിലാണ്. അപ്പോൾ അവര് ഈ വെള്ളമില്ലാത്ത തുരുത്തിലേക്ക്, പാലങ്ങളില്ലാത്ത തുരുത്തിലേക്ക് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവരിക. അപ്പോൾ കടവിൽ നിന്ന് ഈ തോണിയിൽ കയറ്റി കല്യാണത്തിനുള്ള ആൾക്കാരൊക്കെ അതിൽ കയറിയിട്ടുണ്ട്. അവരിങ്ങനെ കയറി വരുമ്പോഴേക്കും മുമ്പിൽ നോക്കുമ്പോൾ നിറയെ വെള്ളമാണ്. ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് പോവാണ്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകമാനം ഭയമായി. ഞാൻ എവിടേക്കായി പോണ്? ഞാൻ ഒരൊറ്റ പൊട്ടിക്കരച്ച് ഇന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണേ എന്ന് വെച്ചുകൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ മുഖത്ത് നിന്നത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ, അവരുടെ മുഖഭാവത്തിൽ അവരന്ന് അനുഭവിച്ച ആ അന്താളിപ്പ്, തൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള നാളുകളെ കുറിച്ചുള്ള ആ അന്താളിപ്പ് അവർ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിന് ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രത്യേകത, നമുക്ക് എഴുതപ്പെട്ട പറയപ്പെട്ട വാക്കുകളേക്കാൾ അതിനപ്പുറത്തേക്കുള്ള അവരുടെ വികാരങ്ങൾ, അവർ എത്രമാത്രമാണ് അത് ഹൃദയത്തിൽ അവർക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് ഈ തെളിവുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ FIUGPയുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നമ്മൾ ഓറൽ ഹിസ്റ്ററി നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ PG തലങ്ങളിലേക്ക് നമുക്കിത് കൊണ്ടുവന്ന് കുട്ടികൾക്ക് നമ്മുടെ നാടിനെ, ആളുകൾ എങ്ങനെയാണ് പ്രയാസങ്ങളെ കാണുന്നത്, അതിജീവിക്കുന്നത്, അത് കഴിയാതെ അവർ തളർന്നു വീഴുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഓറൽ ഹിസ്റ്ററി നാം എല്ലാവരും ഏറ്റെടുത്തേ പറ്റൂ. കാരണം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സമൂഹത്തിനെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ജനങ്ങളുടെ ജീവിതമാണ് നാം പഠിക്കേണ്ടത്. അത് പഠിക്കുന്നതിൽ കേരളത്തിലടക്കം, ഞാനടക്കമുള്ള ആളുകൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അതിന് നാം ഓറൽ ഹിസ്റ്ററി ഉപയോഗിച്ചേ പറ്റും. എപ്പോഴാണ് ഈ ഓറൽ ഹിസ്റ്ററി ഒരു ശാസ്ത്രശാഖയായിട്ട് വളർന്നു വന്നത്? അത് വളർന്നു വരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടാം ലോകമായതും തൊട്ടു മുമ്പ് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികമായ കുഴപ്പങ്ങളുമാണ്. ഞാനത് എക്കണോമിക് ഡിപ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല. കോൺട്രോട്ടീവ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് പറയുന്നത് അത് എക്കണോമിക് അൺസർട്ടനിറ്റിയാണ്. സമ്പത്ത് മുഴുവൻ ചില രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി സ്വരൂപിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെപ്പോലെയുള്ള ചെറുകിട രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ മുഴുവൻ ജീവിത ദുരിതത്തിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അതിന് നമ്മളെങ്ങനെ എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുക? അത് എക്കണോമിക് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ വികസിത രാജ്യങ്ങളിലല്ല, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ആ സാമ്പത്തിക കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിച്ച വേദനകൾ, ദാരിദ്ര്യം, ദുരിതം, രോഗങ്ങൾ, ഇത് ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ആ ഘട്ടത്തിൽ അതിനെപ്പറ്റി പഠനം നടത്തിയ ഒരാളുണ്ട്. ഓറൽ ഹിസ്റ്ററിയിലെ ഏറ്റവും നല്ല പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. സ്റ്റഡ്സ് ടെർക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്ന് ഹാർഡ് ടൈംസ് എന്നൊരു ബുക്കാണ്. അത് എക്കണോമിക് ഡിപ്രഷന്റെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഓറൽ ഹിസ്റ്ററിയാണ് പറയുന്നത്. രണ്ടാമത്തേത് ദ ഗുഡ് വാർ എന്ന് പറഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തുള്ളതാണ്. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിലെ നാസി ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ അവരുടെ നാസി ക്യാമ്പുകളിലെ ജീവിതാനുഭവം പുറത്തു പറയാൻ തുടങ്ങിയോട് കൂടിയിട്ടാണ് ഓറൽ ഹിസ്റ്ററി എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയത്. എക്കണോമിക് ഡിപ്രഷന്റെ കാലഘട്ടത്തിൽ അടിമകൾ ആയിരുന്ന മനുഷ്യരെ മരണത്തിന് മുമ്പ് ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രേറ്റ് ഡീൽ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അമേരിക്ക ഡെവലപ്പ് ചെയ്തു. അവർ അടിമകളെ റെക്കോർഡ് ചെയ്തു. 2300 മനുഷ്യ ജീവിതങ്ങളെയാണ് അമേരിക്കയിൽ തൊഴിലില്ലായ്മയുടെ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകളോടും അധ്യാപകരോടും നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ ഇതാ മറ്റൊരു തൊഴിൽ എന്ന് പറഞ്ഞ് അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തതാണ്. ആളുകളെ പോയി അഭിമുഖ സംഭാഷണം നടത്തി ഓറൽ ഹിസ്റ്ററി ട്രാൻസ്ക്രിപ്റ്റ് ശരിയാക്കുക എന്നുള്ളത്. 2300 അടിമകളുടെ ജീവിതമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഈ രേഖകൾ കണ്ടപ്പോൾ
അലൻ നെവിൻസ് എന്ന് പറയുന്ന ചരിത്രകാരൻ അവിടെ ഒരു ഓറൽ ഹിസ്റ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും അത് ഓറൽ ഹിസ്റ്ററിക്ക് ഒരു മാർഗമായി മാറുകയും ചെയ്തു. അപ്പോഴും നമ്മുടെ സാമ്പ്രദായിക ചരിത്രകാരന്മാർ പറയുകയാണ് ഓറൽ ഹിസ്റ്ററി സബ്ജക്റ്റീവാണ്, അത് ബയസ്ഡ് ആണ്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഭാവനാത്മകമായ കഥകളാണ് എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ചു തള്ളി. അപ്പോഴാണ് ഓറൽ ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് അത് അങ്ങനെയല്ല, അത് നേരായ ജീവിതമാണ്, പറയപ്പെട്ടതിനാണ് പ്രാധാന്യം, എഴുതപ്പെട്ടതിനല്ല. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഒരാൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറയാൻ അയാൾക്ക് ന്യായീകരണം ഉണ്ടാവും. അദ്ദേഹം എന്തുകൊണ്ടാണ് തെറ്റ് പറയുന്നത്, അതിന് അദ്ദേഹത്തിന് ന്യായീകരണം ഉണ്ടാവും. അതുകൊണ്ട് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പഠിക്കാൻ പറ്റും. ഇതാ അതിന്റെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്ക് ഓഫ് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ഡൊണാൾഡ് റിച്ചി പുറത്തിറക്കി. ഓറൽ ഹിസ്റ്ററി അസോസിയേഷൻസ് നാടാകെ സ്ഥാപിക്കപ്പെടാൻ തുടങ്ങി. നമ്മുടെ മുമ്പിൽ ചിരപരിചിതമായി കാണുന്ന പൊട്ടൻ വാപ്പും ചക്കി നീലിയും ഒക്കെ ചരിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായി മാറി തുടങ്ങി. അവരൊക്കെ പറയുന്നത് അവർ കണ്ണിൽ കൂടി മുമ്പിൽ കൂടി പാഞ്ഞ തീഗോളങ്ങളെ കുറിച്ചാണ്, ദാരിദ്ര്യത്തെ കുറിച്ചാണ്, സന്തോഷത്തെ കുറിച്ചാണ്, വീണതിനെ കുറിച്ചാണ്. ഇതൊന്നും നമ്മുടെ എഴുതപ്പെട്ട രേഖയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഓറൽ ഹിസ്റ്ററി പതുക്കെ പതുക്കെ ശാസ്ത്രജ്ഞാനമായി മാറി. നമുക്ക് എത്ര ചരിത്രകാരന്മാരാണ് പാശ്ചാത്യ ലോകത്ത് ഇതൊരു അഭിനിവേശമായി എടുത്ത് അക്കാദമി രംഗത്ത് ഷൈൻ ചെയ്യാൻ തുടങ്ങിയത്. ലിൻ അബ്രാംസ് എന്ന് പറയുന്ന ഓറൽ ഹിസ്റ്ററി തിയറി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആള്, അലസാൻഡ്രോ പൊട്ടല്ലി എന്ന് പറയുന്ന നാസി കൂട്ടക്കൊലകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഇറ്റാലിയൻ ചരിത്രകാരൻ, ഇങ്ങനെ പോൾ തോംസൺ എന്ന് പറയുന്ന ആള് ദ വോയിസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആള്, ഇതൊക്കെ പണ്ട് പഠിച്ച് സാധാരണ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അക്കാഡമിഷ്യൻസും ഓറൽ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, E.P. തോംസൺ എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹം ചരിത്രം എഴുതിയത് ചരിത്രം എന്ന് പറയുന്ന ഒരു തൊഴിൽ സ്വീകരിച്ചത് കൊണ്ടല്ല. താൻ ഇതിന്റെ മുമ്പിലിരിക്കുന്ന ചേരികളിലെയും തൊഴിലാളി പ്രദേശങ്ങളിലെയും തൊഴിലാളികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരം അവിടേക്ക് പോവുകയും അവരോടൊപ്പം താമസിച്ച് അദ്ദേഹം അവരുടെ ചരിത്രം കേട്ടറിഞ്ഞ് അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തെ പരിഷ്കരിക്കാൻ നാം എന്ത് ചെയ്യണം, നാം എന്തുകൊണ്ട് സംഘടിക്കണം, നാം എന്തുകൊണ്ട് പോരാളികളാവണം, നമുക്ക് ശേഷം വരുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനെതിരെ പൊരുതുക, അത് പഠിപ്പിച്ച് ആ നോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ദ മേക്കിംഗ് ഓഫ് ദ ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന അജയ്യമായ പുസ്തകം, ഇന്നും അജയ്യമായി നിൽക്കുന്ന ഒരു പുസ്തകം ഓറൽ ഹിസ്റ്ററിയുടെ ഒരു പുസ്തകമാണ്. ഇത്രത്തോളം സമ്പന്നമായി പാശ്ചാത്യ ലോകത്ത് ഇത് വളർന്നപ്പോൾ ഇന്ത്യയിലേക്കും ഓറൽ ഹിസ്റ്ററിയുടെ പ്രവണത വന്നു തുടങ്ങി. ഞാൻ എല്ലാം പറയുന്നില്ല. ഓറൽ ഹിസ്റ്ററിയുടെ ആ നൂതന രീതികൾ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരൻ ഷാഹിദ് അമീനാണ്. ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എത്രയോ ദശകങ്ങൾ കഴിഞ്ഞ് ആ ചൗരി ചൗര ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് ഒരു ചരിത്രകാരൻ ആ തലമുറക്കാരായ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓർമ്മ ഉണ്ടായത്? ആ ഓർമ്മ എന്ന് പറയുന്ന മെറ്റഫർ നിങ്ങൾ എങ്ങനെയാണ് വർത്തമാനകാല ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള സാങ്കേതിക പദങ്ങളല്ല ചോദിക്കുന്നത്. അവരോട് കൊളോക്കിയലായ ഭാഷയിൽ അവരോടൊപ്പം ജീവിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവര് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങും. ആ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ശബ്ദമൊക്കെ മുട്ടിപ്പോവും. കാരണം എന്താ, നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിയ, നമ്മുടെ ജീവിതത്തെ മരവിപ്പിച്ച അനുഭവങ്ങളൊക്കെ അവർ ആ വികാരത്തിന്റെ തള്ളിച്ചയോട് കൂടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പുസ്തകമായി ഈ ചൗരി ചൗര എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഇവന്റ് മെറ്റഫർ മെമ്മറി എന്ന് പറയുന്ന ഷാഹിദ് അമീന്റെ പുസ്തകം ഒരു നല്ല എക്സ്പെരിമെന്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് നിരവധി ആളുകൾ ഇത് ഏറ്റെടുത്തു. നാഷണൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, നെഹ്റുവിന്റെ മരണശേഷം തുടങ്ങി അവിടെയും ഓറൽ ഹിസ്റ്ററി പ്രൊജക്റ്റുകൾ അവർ പ്ലാൻ ചെയ്തു. നിരവധി ട്രാൻസ്ക്രിപ്റ്റുകൾ അവർ തയ്യാറാക്കാൻ അവർക്ക് സാധിച്ചു. ബിപിൻ ചന്ദ്രയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും നിരവധി പ്രോജക്റ്റുകൾ തയ്യാറാക്കി അവർ നാടാകെ സഞ്ചരിച്ച് ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ, മാഷൊക്കെ അതിന്റെ ഭാഗമായിരുന്നു, ആളുകളെ ഇന്റർവ്യൂ ചെയ്തു, നേരനുഭവങ്ങൾ അവരിൽ നിന്നെടുത്തു. അവർ പറയുന്ന വാക്കുകളിൽ എഴുതപ്പെട്ട വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. അതിനതൊരു തീയായിട്ടാണ് നമ്മുടെ മുമ്പിൽ പതിക്കുക. ഞങ്ങൾ ഈ ഫീൽഡ് വർക്കിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ കൊണ്ട് പാണ്ടിക്കാട് പോയി. അവിടെ വയസ്സായ ഒരാളെ കണ്ടു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ജാഥയ്ക്കൊക്കെ നിരവധി തവണ കോഴിക്കോട്ടേക്ക് നടന്നു പോയിട്ടുണ്ട്. പോണ വഴിക്ക് രണ്ട് സൈഡിലും എത്രയോ മനുഷ്യർ വീട്ടുകാർ നാരങ്ങ വെള്ളവും അവിലും പഴവും ഒക്കെ മുമ്പിൽ ടേബിളും വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കില്ല, കാരണം ഇഷ്ടം പോലെ ഭക്ഷണമാണ് നാട്ടുകാർ തരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പ്രസംഗമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ? എത്ര തവണ അയാൾ എവിടെ പ്രസംഗിക്കുകയാണ് ഞാൻ പോവും, ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അയാളെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോ ഈ മനുഷ്യൻ ഒന്ന് സൈലന്റ് ആയിട്ട് പറയാണ്, ഓൻ ആൺകുട്ടിയ. ഒറ്റ വാക്ക്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്.
ഇത് എവിടെയെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമോ? ഏതെങ്കിലും റിട്ടേൺ ഡോക്യുമെന്റ് നമുക്കിത് കാണാൻ പറ്റുമോ? അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ഓറൽ ഹിസ്റ്ററി എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട ഗവേഷകരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഏറ്റവും കൂടുതൽ നാം അക്കാഡമിക മേഖല ഉപയോഗിക്കേണ്ടത് നമ്മുടെ അഭ്യുന്നതിക്കല്ല, ഈ നാടിൻ്റെ പുരോഗതിക്കാണ്. ആ നാടിൻ്റെ പുരോഗതി ഉറപ്പാക്കുന്നത് സാധാരണ മനുഷ്യൻ ജീവിതത്തോട് പോരാട്ടം നയിക്കുമ്പോഴാണ്. ആ പോരാട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യന് ബലമാകുന്നത് അവൻ്റെ ചരിത്രമാണ്. അവനെ ചരിത്രവൽക്കരിക്കണമെങ്കിൽ നാം അവനെ കേൾക്കണം. അപ്പോൾ മാത്രമേ വികസനം താഴോട്ടിറങ്ങി അവൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അവൻ്റെ പ്രധാനപ്പെട്ട സമരായുധം അവൻ്റെ ചരിത്രബോധമാണ്. അതുകൊണ്ട് തന്നെ അവനെ ചരിത്രവൽക്കരിക്കണമെങ്കിൽ അക്കാദമിക ലോകത്ത് നിന്ന് AC മുറികൾ വിട്ട്, ക്ലാസ് റൂം വിട്ട്, നാം ആർക്കൈവ്സ് വിട്ട് ഈ സാധാരണ മനുഷ്യനിലേക്ക് എത്തണം. ആ സാധാരണ മനുഷ്യൻ എപ്പോഴാണ് നമ്മുടെ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത്, അന്ന് ഈ ചരിത്രം എന്ന് പറയുന്ന വിഷയം നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും മുകളിൽ ഉയർന്ന് വെന്നിക്കുടി പാറിച്ച് തിളങ്ങി നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയക്കുറവുണ്ട്, കുറേ കാര്യങ്ങൾ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശിവദാസൻ സാർ. ഗോപാലൻകുട്ടി സാറും അതുപോലെ ശിവദാസൻ സാറും കൃത്യമായി പറഞ്ഞത് ചരിത്ര രീതിശാസ്ത്രത്തിലെ പുതിയ പ്രവണതകളും പുതിയ സ്രോതസ്സുകളെയും കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ തുടർന്നുള്ള പഠനങ്ങളിലും ഗവേഷണങ്ങളിലും അത് ഉണ്ടാവണം. ഈ അടുത്ത സെഷൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് മാറിക്കൊടുക്കാം. സർ, ഈ ഓറൽ ഹിസ്റ്ററി എന്നുള്ള ഡിസിപ്ലിൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ സ്കൂളുകളിൽ തന്നെ ഒരു ലൊക്കാലിറ്റി, അവനവൻ്റെ ലൊക്കാലിറ്റീനെ കുറിച്ചുള്ള സ്റ്റഡി കുട്ടികൾക്ക് കുറച്ചുകൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ വളർന്നു വരുന്ന സ്കോളേഴ്സിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിമൻ, ദളിറ്റ്സ് ഓർ അനദർ കോമൺ മാൻ്റെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ഈ അക്കാദമിക ലോകം ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. യാഥാർത്ഥ്യങ്ങളെ സ്വാംശീകരിക്കാതെ നാം എത്രയാ സഞ്ചരിച്ചത്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മളെപ്പോലെയുള്ള നമ്മുടെ അച്ഛനമ്മമാരെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ ഈ ഗ്രാമത്തിൽ കാണുന്ന ആളുകളെ, ഭിന്നശേഷിക്കാരെ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവരെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക്, അക്കാദമിക ലോകത്തേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ ഈ രീതിശാസ്ത്രം താഴെത്തട്ടിലേക്ക് എത്തിക്കണം. പുതിയ പാഠപുസ്തകങ്ങളിൽ ഈ ഒരു നമ്മുടെ നാടിനെ തിരിച്ചറിയാനുള്ള ധാരാളം വർക്കുകൾ, അസൈൻമെൻറ്റുകളൊക്കെ കൊടുത്ത്, പ്രാക്ടിക്കൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. FIUGPയിൽ നമ്മൾ നേതൃത്വം കൊടുത്ത് തയ്യാറാക്കിയിട്ടുള്ള, നമ്മുടെ അധ്യാപകരെല്ലാം തയ്യാറാക്കിയിട്ടുള്ള അതിൽ നമ്മൾ ഓപ്പൺ എൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടന്നത്, അവിടെയുള്ള ചരിത്രാനുഭവം ശേഖരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോഴും നമ്മുടെ പുറത്ത് നമുക്ക് അക്കാദമിക ലോകത്തിന് പുറത്ത് ഇത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ലൈഫ് ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ പ്രശസ്തമായിട്ടുള്ള ദേശമേ ദേശമേ 25 അസാധാരണ ജീവിതങ്ങൾ. ഈ പുസ്തകം താഹാമാടായി ഇത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നാം ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു 6-7 മണിക്കൂർ ഇരുന്നാൽ ആ മനുഷ്യൻ ഇങ്ങനെ നമ്മോട് സംസാരിച്ചാൽ ആ മനുഷ്യൻ കടന്നു വന്ന ഇരുണ്ട പാതകൾ, വെളിച്ചമുള്ള പാതകൾ, വീണക്കുഴികൾ, വിജയിച്ച സന്ദർഭങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അഡാർ ടീച്ചറിൻ്റെയും ചെരുപ്പ് കുത്തിയുടെയും, കുപ്പുസ്വാമി എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ രീതിശാസ്ത്രം അവിടെ ഉപയോഗപ്പെടുത്തുന്നു, ജീവിതമെഴുത്തെന്നാണ് അദ്ദേഹത്തിനെ ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി അക്കാദമികമായി നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ നമുക്ക് ആർക്കൈവ്സിലെയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെയും കോടതിയിലെയും രേഖകളൊക്കെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥ അക്കാദമിക പഠനം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആനന്ദ് എ യാങ് ബസാർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആനന്ദ് എ യാങ് ബസാർ ഇന്ത്യ, അതായത് കൊളോണിയൽ കാലഘട്ടത്തിലെ ബീഹാറിലെ ക്രിമിനാലിറ്റിയെക്കുറിച്ചും ക്രിമിനൽസിനെ കുറിച്ചുമാണ് അദ്ദേഹം എഴുതുന്നത്, ചന്തകളെക്കുറിച്ച്. അത് ഓറൽ ഹിസ്റ്ററി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, നമുക്ക് മറ്റു തെളിവുകളെയും ഇതിനെ കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സ്കൂൾ തലങ്ങളിലേക്ക് ഇത് പതുക്കെ വരുന്നുണ്ട്. നമുക്കത് വേഗത കൂട്ടാം. എന്നാൽ മാത്രമേ നമ്മുടെ ചരിത്ര രചനയുടെ തലത്തിൽ മുഴുവൻ നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ.